നല്ല നാളുകളെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് തന്നെ തുടർന്ന് അല്പകാര്യങ്ങളോട് ചിന്തിപ്പാനായിട്ട് ഇന്ന് രാത്രി താല്പര്യപ്പെടുകയാണ്. എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാമോ? ഷൈനി, കേൾക്കാമല്ലേ? ഓക്കെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം വായിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ പ്രജന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവൻ ആ ദൂതന്മാർ തന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും ഒന്നിച്ച് കൂട്ടിച്ചേർക്കും. ഇനി ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇനിയും നമ്മുടെ കർത്താവിൻ്റെ വരവാണ് ഇനി ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്. അതോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും വ്യക്തമായിട്ട് നമ്മുടെ കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള വസ്തുതകളാണ്. ഇനി ഭൂമിയിൽ സംഭവിക്കാനുള്ളത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ ഒന്നിൽ നാം അന്ത്യകാലത്തിന്റെ അന്ത്യത്തോടടുത്തിരിക്കുകയാണ്. കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തിരിക്കുകയാണ്. ഇനി സംഭവിക്കേണ്ടത് ഒരു വലിയ ഭൂകമ്പം ലോകത്തിലുണ്ടാകും. ആ ഭൂകമ്പത്തിൽ ഭൂമിയിലെ പല കുന്നുകളും താണുവരും, പല സമതലങ്ങളും നിരപ്പായി വരും, കുഴികളും നിരപ്പാകും. എല്ലാ കുന്നും താണും എല്ലാ താഴ്വരയും നികന്നും വരണമെന്നുള്ളത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആളുകൾ ഭയപ്പെടും. തന്നിമിത്തം വലിയ സുനാമി ഉണ്ടാകും. അങ്ങനെ കടലിലെ വെള്ളത്തിന്റെ തിരമാലയുടെയും കോപത്താൽ മനുഷ്യർ ഭയപ്പെടുവാനിടയായിത്തീരും. ഈ വായിച്ച വേദഭാഗത്തിന്റെ മുകൾ ഭാഗത്ത് ഈ വസ്തുതകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായവും ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായവും വ്യക്തമായി വീട്ടിലിരുന്ന് വായിച്ച് പഠിക്കണം. ഈ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആളുകൾ ഭയന്ന് വിറയ്ക്കും. അതിനുശേഷം ദൈവം തന്റെ ദൂതന്മാരെ ഭൂമിയിലേക്ക് അയക്കും. അവർ വന്ന് ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, ദൈവമക്കളെ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അതാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഭൂമിയിൽ ഒരു വലിയ സംഭവ വികാസം ഭൂകമ്പത്തോടു കൂടെ ഉണ്ടാകുമ്പോൾ തുടർ മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുകയാണ്. 29, 30, 31. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും. സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും. നമുക്കറിയാം, ഭൂമിയേക്കാൾ വളരെ മടങ്ങ് വലിപ്പമുള്ളതാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ ഭൂമിയിലോട്ട് വീണാൽ ഭൂമിയൊന്നും കാണാൻ പറ്റത്തില്ല. സൂര്യൻ തന്നെ ഭൂമിയേക്കാൾ 40,000 മടങ്ങ് വലിപ്പമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ്. അത് ഭൂമിയിലേക്ക് വീഴാൻ സാധിക്കില്ല. എന്നാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആസ്ട്രോസ് ഭൂമിയിലേക്ക് വീഴുമെന്നാണ്. ഉൽക്കകൾ. കാരണം അന്ന് കാലത്ത് നക്ഷത്രങ്ങൾക്കും
ആസ്ട്രോയിഡിനും ആസ്ട്രോസിനും ഒന്നും പ്രത്യേകം നക്ഷത്രങ്ങൾ എന്നുള്ളതിന് ആസ്റ്റർ എന്നാണ്, ആസ്റ്റർ മെഡിസിറ്റി ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആസ്ട്രോസ് ഭൂമിയിൽ വീഴുന്ന ഉൽക്കകൾ ഭൂമിയിലേക്ക് വീഴും. നമ്മൾ ഉൽക്കകൾ വീഴുന്നത് പലരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ട്. ആകാശത്തു നിന്ന് തീപ്പന്തം പോലെ കത്തി താഴോട്ട് വീഴുന്ന നക്ഷത്രങ്ങൾ പോലെ വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉൽക്കകൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുമ്പോൾ സൂര്യന്റെ ചൂട് കൊണ്ട് അത് കത്തിപ്പോകും. കത്തിപ്പോയിട്ട് ഭൂമിയിലെത്തുമ്പോഴേക്കും മിക്കവാറും കത്തിത്തീരും. കത്തിത്തീരാതെ ബാക്കി വരികയാണെങ്കിൽ ആ കഷ്ണങ്ങൾ സമുദ്രത്തിലോ ഭൂമിയിലോ ചിലയിടത്തൊക്കെ വീഴുന്നു വരാം. അങ്ങനെ ലോകത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി ഉൽക്കകൾ വീഴുമ്പോൾ ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ ഭൂമിയിൽ ചൂട് കാണത്തില്ല. കാരണം സൂര്യൻ കരിമ്പടം പോലെ കറുത്തുപോയി. സൂര്യൻ ഇല്ലാതെ പോയ വരുന്നത് തടയപ്പെടും. അതുകൊണ്ടാണ് സൂര്യൻ ഇരുണ്ടുപോയെന്ന് പറയുന്നത്. സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ സൂര്യൻ ഇരുണ്ടുപോകും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രഗ്രഹണം ഉണ്ടാകും. അങ്ങനെയൊക്കെ സംഭവിക്കാം. യേശുവിന്റെ മരണസമയത്ത് ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം ഭൂമിയിലെല്ലാം ഇരുട്ടുണ്ടായി. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ, നമ്മുടെ കണക്കിന് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം. ആ നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയുടെ പ്രതീതി ഉണ്ടായി. അതുപോലെ സൂര്യൻ ഇരുണ്ടു പോകുന്നത് കൊണ്ട് ചൂട് ഭൂമിയിലേക്ക് വരുന്നില്ല. ആ സമയത്ത് വരുന്ന ഉൽക്കകൾ കത്തിപ്പോകത്തില്ല, അത് ഭൂമിയിൽ വന്ന് വീഴും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ വരും. കാരണം സൂര്യനിൽ നിന്ന് പ്രകാശം കിട്ടാത്തത് കൊണ്ട് ചന്ദ്രനിൽ പ്രകാശം തട്ടുകയോ പ്രതിഫലിപ്പിക്കുകയോ ചെയ്യുകയില്ല. ഉൽക്കകൾ ഭൂമിയിലേക്ക് വന്ന് വീഴും. ഇനിയും അടുത്ത വാക്യം വായിച്ചാട്ടെ, 30-ാമത്തെ വാക്യം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തു നിന്ന് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. ലൂക്കോസിന്റെ വിചേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് മിന്നൽ പോലെ മഹാ തേജസ്സോടെ കർത്താവ് പ്രത്യക്ഷപ്പെടും. യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. 2ാം വരവിന്റെ ആദ്യ ആമുഖം. അപ്പോൾ കർത്താവ് വിശുദ്ധ ദൂതന്മാരുമായി മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. ദൂതന്മാർ ദൈവമക്കളെ ഭൂമിയുടെ എല്ലാ അറുതികളിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഈ അവസരത്തിൽ ഭൂമിയിൽ സംഭവിക്കുന്ന എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം മനുഷ്യരെല്ലാം ഭയവിഹ്വലരായി തീരും. വലിയ വലിയ മിടുക്കന്മാര്, ബുദ്ധിരാക്ഷസന്മാര്, ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇത് കണ്ടിട്ട് അവർ ചിന്തിക്കുന്നത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരുന്നു. കുറെ മനുഷ്യരെ ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയി. അന്യഗ്രഹ ജീവികൾ വന്ന് മനുഷ്യരെ കൊണ്ടുപോകുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഭൂമിയിൽ നിന്ന് മനുഷ്യരെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഇത് അന്യഗ്രഹ ജീവികളാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഭൂമിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആളുകളെല്ലാം കൂടി ഒന്നിച്ചുകൂടി അതിനെതിരായിട്ട് അന്യഗ്രഹ ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരോട് എതിർക്കുവാൻ വേണ്ടി ലോകത്തിലുള്ള എല്ലാവരെയും ഒന്നിച്ചുകൂട്ടും. അപ്പോൾ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ഒന്നിച്ചു കൂടേണ്ട ഒരാവശ്യകത ഉണ്ടാകും. അങ്ങനെ ലോകം മുഴുവൻ ഒറ്റ ഭരണത്തിന് കീഴിലാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവിടെ CPM-ഉം BJP-യും കോൺഗ്രസും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും, വഴക്കുണ്ടാക്കും, അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും
പാകിസ്ഥാനോ ചൈനയോ ഇന്ത്യയോട് യുദ്ധത്തിന് വരാമെങ്കിൽ ഈ വിദ്വേഷം എല്ലാം മറന്ന് BJP-ക്കാരും കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടെ ചേർന്ന് അവരോട് എതിർത്ത് യുദ്ധത്തിന് പോകും. ഇതുപോലെ ഒരു അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കൂടി ഒന്നിക്കും. അന്നേരം ജാതി, മത, വർഗ, വർണ്ണ, പണ്ഡിതൻ, പാമരൻ, കുചേല, കുബേർ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു കൊടക്കീഴിൽ അണിനിരക്കും. അങ്ങനെയാണ് ഏക ലോക ഗവൺമെന്റ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അന്തിക്രിസ്തുവിന്റെ ഭരണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു രാജാവായിട്ട്, ചക്രവർത്തിയായിട്ട് ലോകത്തെ മുഴുവൻ കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഭരിക്കുന്ന ഒരു സംവിധാനം അന്നുണ്ടാകും. ദൈവമക്കൾ ഇവിടുന്ന് മാറ്റപ്പെടും. ദൂതന്മാർ നമ്മളെ കൊണ്ട് മധ്യാകാശത്തിലേക്ക് പോയിട്ട് അവിടെ ദൈവമക്കൾക്ക് പ്രതിഫലം വിഭാഗിക്കുന്നു. അവിടെ കിരീടങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് സ്ഥാനമാനങ്ങൾ നൽകി, നമുക്ക് പുതിയ പേര് നൽകി, പുതിയ നെയിം പ്ലേറ്റ് ഒക്കെ നൽകി, നമ്മുടെ നെറ്റിയിൽ പതിക്കത്തക്ക നിലയിലുള്ള പ്രത്യേക നാമം നമുക്ക് നൽകും. അത് കാണുമ്പോഴേ മറ്റുള്ളവർ ഭയപ്പെടുവാൻ ഇടയായി തീരും. പണ്ട് ഈ സൗത്ത് ആഫ്രിക്കയിലെ 5% വെള്ളക്കാരുള്ളായിരുന്നു. പക്ഷേ 5% വെള്ളക്കാരാണ് സൗത്ത് ആഫ്രിക്ക ഭരിച്ചുകൊണ്ടിരുന്നത്. അവരെ കാണുമ്പോൾ അവിടെയുള്ള ആളുകൾ ഭയപ്പെടുമായിരുന്നു. കാരണം ഇവര് വെള്ളക്കാരാണ്, കണ്ടാൽ അറിയാം. അതുപോലെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ അധികാരവും നെയിം പ്ലേറ്റും പുതിയ നാമം ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ ഭയപ്പെടുകയും നമ്മളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അങ്ങനെ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരം ദൈവത്തോട് കൂടെ. ആ അവസരത്തിൽ ഭൂമിയിൽ മഹോദരവും നടക്കുകയായിരിക്കും. ആദ്യത്തെ 3.5 വർഷത്തിന് ശേഷം നിയമമൊക്കെ കഠിനപ്പെടുത്തി യഹൂദന്മാരുടെ ദേവാലയത്തിൽ മ്ലേച്ഛത പ്രതിഷ്ഠിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ യേശുക്രിസ്തുവിന്റെ 2ാം വരവിൽ, രണ്ടാമത്തെ ആമുഖത്തിൽ കർത്താവ് ദൂതന്മാരോടും വിശുദ്ധന്മാരോടും കൂടെ ചേർന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ഒലിമലയിൽ തന്റെ പാദങ്ങൾ കുത്തും. ഒലിമല 2ആയിട്ട് പിളർക്കപ്പെടും. വലിയ താഴ്വര ഉണ്ടാകും. അവിടെ അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, അവരുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പ് ഈ അന്യഗ്രഹ ജീവികള് എന്ന് പറഞ്ഞ് എതിർക്കുവാൻ വേണ്ടി വരുമ്പോൾ യേശുവിന്റെ വായിലെ ശ്വാസത്താലും ദൂതന്മാരുടെ ശക്തിയാലും അവരെയൊക്കെയും നിഗ്രഹിച്ചിട്ട് സാത്താനെയും മൃഗത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ട് സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട്, അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കുകയും ഭൂമിയെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്യും. യെരുശലേം തലസ്ഥാനമാക്കി യേശു രാജാവായി ഭൂമിയുടെ ഭരണം നടത്തും. ദൈവമക്കൾ അന്ന് ഭൂമിയിൽ ഭരണം നടത്തും. ദൂതന്മാർ ദൈവം മുമ്പാകെ ശുശ്രൂഷ ചെയ്യും. ദൈവമക്കൾ കർത്താവിനോട് കൂടെ, ദൂതന്മാരോട് കൂടെ ഈ ഭൂമിയുടെ ശുശ്രൂഷ നടത്തും. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകത്തക്ക നിലയിലായിരിക്കും അന്ന് നമ്മുടെ അവസ്ഥ. ദൂതന്മാരെ പോലെ ഏത് നിമിഷവും എവിടെയും പോകത്തക്ക നിലയിൽ ആയിത്തീരും. നമ്മളത് മറുരൂപ മലയിൽ ഏലിയാവും മോശയും യേശുവിന്റെ അടുത്ത് കടന്നു വന്നതുപോലെ പർദീസയിൽ നിന്ന് പറന്നു വന്ന 2 അതിഥികൾ യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പത്രോസും യാക്കോവും യോഹന്നാനും. അവരതിശയിച്ചു, അവർക്ക് ഭയമുണ്ടായി. അവർ പറഞ്ഞു, 3 കുടിലുണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു മേഘം അവരെ നിഴലിട്ട് ഒരു അപ്രത്യക്ഷമായി യേശു മാത്രം ശേഷിച്ചു. അവർ വന്നപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞത് അവരുടെ വസ്ത്രം അതിവെണ്മയായി തീർന്നു, നോക്കാൻ പറ്റാത്തതുപോലെ. അതുപോലെ വെണ്മയായ വസ്ത്രമായിരിക്കും
ദൈവമക്കൾ തേജസ്സിന്റെ ഉടുപ്പായിരിക്കും. നോക്കാൻ പറ്റാത്ത രീതിയിൽ ഭയപ്പെടും. ആ രീതിയിൽ ഈ ഭൂമിയിൽ ദൈവമക്കൾ ഭരണം നടത്തും. അന്നത്തെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. ഭൂമിയിലെ വിളവ് നമുക്കറിയാം വളരെയധികം വർദ്ധിക്കും. അന്ന് ഞാൻ പറഞ്ഞു 5 സെന്റ് സ്ഥലം മതി ഒരു കുടുംബത്തിന് സുഭിക്ഷമായിട്ട് ജീവിക്കാൻ. ഇസാക്കിന്റെ കാര്യം നമ്മൾ ചിന്തിച്ചു. ആ ആണ്ടിൽ ഇസാക്ക് വിതച്ചു 100 മേനി വിളഞ്ഞു. 100 മേനി വിളവെന്ന് പറയുന്നത് അതിന് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പറ വിത്ത് വിതച്ചാൽ 10 പറ കൂടുതൽ വിളയാറില്ല. ഒരേക്കർ സ്ഥലത്ത് 10 പറ വിതയ്ക്കുകയാണെങ്കിൽ 100 പറ നെല്ല് കിട്ടും, 10 മേനി വിളവ്. എന്നാൽ ഇന്ന് അത് പുരോഗമിച്ച് 45-50 മേനി വിളവൊക്കെ നാട്ടിൽ പോലും കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ പുറകിലെ 1 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്താൽ 1 വർഷത്തേക്കുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് കിട്ടും. ഭൂമിയുടെ വീര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പുതിയ കൃഷി രീതിയൊക്കെ വന്നപ്പോൾ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുമ്പ് തന്നെ നമുക്കറിയാം, യോസഫിന്റെ കാലത്ത് മിസ്രയീമില് 7 വർഷം നന്നായി വിളഞ്ഞു. ഹിതമായി ഈ ഭൂമിയിലെ വിളവ് വർദ്ധിക്കുകയും മനുഷ്യരെല്ലാം സുഭിക്ഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടാകും. പോലീസ് സ്റ്റേഷൻ വേണ്ട, നിയമ സംവിധാനങ്ങളൊന്നും വേണ്ട, പാപമില്ലാത്ത ജീവിതം, ഇന്നത്തെ പോലുള്ള പ്രശ്നങ്ങളില്ല. പാപത്തെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ ഉള്ളിൽ പാപമെല്ലാം ഫ്രീസായി പോകും. കാരണം സാത്താനെ 1000 ആണ്ടേക്ക് അടച്ചിട്ടിരിക്കുക. അങ്ങനെ ആയിരിക്കും. നമുക്ക് പ്രത്യേക പേര് കിട്ടും, പ്രത്യേക ഭാഷ കിട്ടും. ഇന്നും നമ്മൾ ദൂതന്മാരുടെ ഭാഷ സംസാരിക്കുന്നവരാണ്. നിങ്ങൾ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയെന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ ദൂതന്മാരുടെ ഭാഷ നമ്മൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അന്ന് ദൂതന്മാരുടെ ഭാഷ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മുടെ ഭാഷ നമ്മൾ ഭരിക്കുന്ന ജനത്തിന് മനസ്സിലാവും. ദൈവത്തോടും ദൈവമക്കളോടും പ്രത്യേകിച്ച് യഹൂദന്മാരോടും നല്ല മനോഭാവത്തിൽ ഇടപെട്ട സകല മനുഷ്യരും അന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കും. ഇന്നുള്ള പോലുള്ള എല്ലാ ജാതിക്കാരും ഉണ്ടായിരിക്കും. പക്ഷെ അവരെല്ലാം മാന്യരും മര്യാദക്കാരുമായിരിക്കും. അങ്ങനെ നമ്മൾ അവരെ ഭരിക്കുമ്പോൾ ദൂതന്മാരോട് കൂടെ ആയതുകൊണ്ട് ദൂതന്മാരുടെ ഭാഷ നമുക്ക് നിസ്സാരമായ എന്നാൽ അവർ പല നിലകളിൽ നമ്മളോട് ഇടപെടാറുണ്ട്. പക്ഷെ അവരുടെ ഭാഷ ചിലപ്പോൾ നമുക്ക് പിടികിട്ടത്തില്ല. കുറെ കഴിഞ്ഞായിരിക്കും നമ്മൾ അറിയുന്നത് ഇത് ദൂതന്റെ ഇടപെടലായിരുന്നു എന്ന്. ഓരോരുത്തർക്ക് ഓരോ ലാംഗ്വേജ് ഉണ്ട്. മൃഗങ്ങൾക്ക് അതിൻ്റെ ലാംഗ്വേജ് ഉണ്ട്, കിളികൾക്ക് അതിൻ്റെ ലാംഗ്വേജ് ഉണ്ട്. ദൂതന്മാരുടെ ലാംഗ്വേജ് ദൂതന്മാരോട് അടുത്തിടപെടുന്നവർക്ക് മനസ്സിലാവും. കുഞ്ഞിന്റെ ലാംഗ്വേജ് അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും. സ്നേഹത്തിന്റെ പല ലാംഗ്വേജ് ഉണ്ട്. സ്നേഹമായിട്ടുള്ള ഇടപെടുന്ന ഒരാളുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൂതന്മാരുടെ ലാംഗ്വേജ്, ഇപ്പം പത്രോസ് ജയിലിൽ കിടക്കുകയാണ്. ദൂതൻ വന്ന് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി പത്രോസിനെ എഴുന്നേൽപ്പിച്ചു. പെട്ടെന്ന് പ്രസ് ചെയ്യാൻ പറഞ്ഞു.
ചെരുപ്പിട്ട് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. കഥകൾ തുറന്നു കൊടുത്തു. വെളിയിലോട്ടുള്ള മെയിൻ ഗേറ്റും തുറന്നു. ദൂതൻ പത്രോസിന്റെ കൂടെ നടന്നു. പത്രോസിന് പരിചയമുള്ള സ്ട്രീറ്റിൽ ചെന്നപ്പോൾ ദൂതൻ അവനെ വിട്ടുപോയി. അപ്പൊ പത്രോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് ഞാൻ കണ്ടത് വെറും ഒരു ദർശനമല്ല, യഥാർത്ഥത്തിൽ ദൂതൻ വന്നെന്നെ രക്ഷിച്ചതാണെന്ന് അപ്പോൾ അവന് മനസ്സിലായി. ഉണ്ടോ? അതുവരെ ദൂതൻ തട്ടിയിട്ടും വാതിൽ തുറന്നു കൊടുത്തിട്ടും ഒന്നും പത്രോസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ തട്ട് കിട്ടിയിട്ടും പത്രോസിന് പിടികിട്ടിയില്ല. പലപ്പോഴും ദൂതൻ പല ഹിൻഡ്രൻസ് നമുക്ക് തരും, തലോടലുകൾ തരും, ചിലപ്പോൾ ചെറിയ താടനങ്ങൾ തരും. മനസ്സിലാക്കേണ്ടത് ദൈവമക്കളുടെ കടമയാണ്. ഞാൻ പറയട്ടെ, ഇന്ന് അറിയാൻ വയ്യാത്തൊരു കാര്യം അറിയണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എന്തെങ്കിലും അറിയണമെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി AI ആണ് ആളുകൾ ആശ്രയിക്കുന്നത്. ദൈവമക്കൾ ആശ്രയിക്കുന്നത് സ്പിരിച്വൽ ഇന്റലിജൻസിനെയാണ്. ഹോളി സ്പിരിറ്റ് ഇന്റലിജൻസ്, HSI ആണ് നമ്മൾ ആശ്രയിക്കുന്നത്, AI അല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ ദൂതൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. ഞാൻ പറയട്ടെ, വിദ്വാൻമാർക്ക് ദൂതൻ അറിയിപ്പ് കൊടുത്തത് എങ്ങനെയാണ്? ഒരു നക്ഷത്രം കാണിച്ചു. നക്ഷത്രം കണ്ടപ്പോൾ വിദ്വാൻമാർ മനസ്സിലാക്കി ലോകം മുഴുവൻ സമത്വ സുന്ദര മോഹനമായി ഭരിക്കുവാൻ കഴിവുള്ള ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. ആ ശിശുവിനെ പോയി കാണണമെന്ന് പറഞ്ഞ് അവർ യാത്ര തിരിച്ചു. കിഴക്ക് ദേശത്ത് നിന്ന് യാത്ര തിരിച്ച് ഒരു വർഷം കഴിഞ്ഞാണ് യേശുവിന്റെ അടുത്ത് എത്തിയതെന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. കാരണം ഹെരോദാവ് പറഞ്ഞു 2 വയസ്സും താഴെയുമുള്ള കുഞ്ഞുങ്ങളെ കൊന്നു കളയണം. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, വിദ്വാൻമാർ നക്ഷത്രം കണ്ട സമയം ഹെരോദാവ് ചോദിച്ചറിഞ്ഞതിനൊത്തവണ്ണം 2 വയസ്സും താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നു കളയുവാൻ ഹെരോദാവ് ഓർഡർ കൊടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നക്ഷത്രം കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം ആകാറായി, 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടല്ലേ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഓർഡർ കൊടുത്തത്. അപ്പോൾ വളരെ നാളുകൾ യാത്ര ചെയ്താണ്, വാഹനമൃഗത്തിന്റെ പുറത്തെ യാത്ര ചെയ്ത് വിദ്വാൻമാർ യെരുശലേമിൽ ബേത്ലഹേമിൽ എത്തിയത്. അപ്പം വിദ്വാൻമാർക്ക് ദൂതന്മാർ ഇടപെട്ടപ്പോൾ ഒരു നക്ഷത്രം കണ്ടതേ ഉള്ളൂ, അവർക്ക് കാര്യം മനസ്സിലായി. ഏത് നിലയിലാണ് ദൂതൻ നമ്മോട് ഇടപെടുന്നെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിവുണ്ടാകണം. അതേസമയം യോസഫിനോട് ദൂതന്മാർ ഇടപെട്ടത് എങ്ങനെയാ? സ്വപ്നത്തിലാണ് ഇടപെട്ടത്. സ്വപ്നത്തിൽ ദൂതന്മാർ വന്നിട്ട് പറഞ്ഞു, നീ ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു. പാവപ്പെട്ട മറിയയുടെ അടുത്ത്, യേശുവിന്റെ അമ്മ മറിയയുടെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് നേരിട്ട് സംസാരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചെറിയ എന്തെങ്കിലും ഹിൻഡ്രൻസ് കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ദൂതൻ നേരിട്ട് വന്ന് സംസാരിക്കും. അങ്ങനെ എത്രയോ പേരോട് ദൂതൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ദൂതന്റെ ശബ്ദം ശ്രവിക്കുവാൻ, ദൂതൻ തരുന്ന ആലോചന മനസ്സിലാക്കാൻ ദൈവമേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചാൽ നമുക്ക് ആ സ്പിരിച്വൽ ഇന്റലിജൻസ് കിട്ടും. കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ദൈവമക്കളെ ബഹുമാനിക്കുകയും ദൂതന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർക്ക്
ദൂതൻ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കൊർന്നല്യോസ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അയാൾ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. പട്ടാള കമാൻഡറാണ്. പക്ഷെങ്കിൽ അയാൾ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു. വളരെ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവനായിരുന്നു. നല്ല നല്ല ഗുണങ്ങളുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അടുത്തിയെന്ന് അവനോട് സംസാരിച്ചെന്താണെന്ന് അറിയാമോ? തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ കടൽപ്പുറത്ത് താമസിക്കുന്ന ഒരു ഉപദേശിയുണ്ട്, പത്രോസ്. നീ ആളയച്ച് യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തണം. അവൻ വന്ന് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനുള്ള വചനം നിന്നോട് പറഞ്ഞു തരും. ഉണ്ടോ? രക്ഷ പ്രാപിക്കാനുള്ള വചനം. അവൻ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയും ദാനം കൊടുക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവൻ സ്വർഗത്തിൽ പോകത്തില്ല. അവന് നിത്യതയിൽ പ്രവേശിക്കാനുള്ള മുഖാന്തരം ദൈവം ഒരുക്കി കൊടുക്കും. അതിനുവേണ്ടി ഒരു ഉപദേശി വരും, വന്ന് നിന്നോട് വചനം പറയും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനുള്ള വചനം നിന്നോട് പറയുമെന്നാ പറഞ്ഞു. അപ്പൊ അവനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു ഭയഭക്തിയോടെ ദൈവത്തെ സ്നേഹിച്ച് ബഹുമാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ രക്ഷിക്കപ്പെടാനുള്ള മുഖാന്തരം ദൈവം ഒരുക്കി കൊടുക്കും. ആഗാറ് കരഞ്ഞു. അവൾക്ക് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, നീരുറവ കാണിച്ചു കൊടുത്തു. അവിടെ കരച്ചിൽ ദൈവം കേട്ടല്ലോ. അവള് രക്ഷിക്കപ്പെട്ടതല്ല, സ്നാനപ്പെട്ടതല്ല, അവള് നിത്യതയ്ക്ക് അവകാശിയല്ല. എന്നിട്ടും ദൈവം അവിടെ പ്രാർത്ഥന കേട്ടല്ലോ. അപ്പൊ അവള് സ്വർഗത്തിൽ പോകാമല്ലോ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അവള് നിത്യതയിൽ പോകാനുള്ള വഴി ദൈവം അവൾക്ക് തുറന്നു കൊടുക്കും. ആഗാർ അറിവില്ലാത്തവളായതുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ നേരിട്ട് വിളിക്കുകയായിരുന്നു, ഹാഗാറെ, സാറായുടെ ദാസിയായ ഹാഗാറെ. അത് വെറും ഹാഗാറെ എന്നല്ല. നോക്കുക, വ്യക്തമായിട്ട് ദൂതൻ ഇടപെടുകയായിരുന്നു. അബ്രഹാമിന്റെ വീട്ടിൽ ദൂതൻ ചെന്നപ്പോഴോ ദൂതന്മാരവിടെ ചെന്നു. അബ്രഹാമിന് മനസ്സിലായില്ല. അതുകൊണ്ട് അബ്രഹാം അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു. അവർ പോകുമ്പോൾ അബ്രഹാമിനെ, കുടുംബത്തെ അനുഗ്രഹിച്ചിട്ട് പോയി. എന്നാൽ ദൂതന്മാരുടെ ഇടപെടലും അനുഗ്രഹവും മനസ്സിലാക്കിയ അബ്രഹാമിനെ വീണ്ടും ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു തീപ്പന്തമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാം പിളർപ്പുകളെ നേർക്കുനേരെ വെച്ചു. അന്ന് ദൈവം അബ്രഹാമിനോടൊരു നിയമം ചെയ്തു. സന്ധ്യയായപ്പോൾ എരിയുന്ന ഒരു തീച്ചുള പിളർപ്പുകളുടെ നടുവിൽ കൂടെ കടന്നുപോയി. അന്ന് ദൈവം അബ്രഹാമിനോട് നിയമം ചെയ്തു. അത് അർമേനിയൻ നിയമം എന്ന് പറയുന്ന ഒരു നിയമമാണ്. അബ്രഹാം ദൈവത്തോട് ചെയ്യാൻ വേണ്ടി പിളർപ്പുകളെ, മൃഗങ്ങളുടെ രണ്ടായി പിളർന്ന് പിളർപ്പുകളെ നേരെ വെച്ചത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു തീപ്പന്തമായിട്ട് കടന്നുപോയി ദൈവത്തോട് നിയമം ചെയ്തു. അത് പക്ഷേ അബ്രഹാമിന് മനസ്സിലായി. ഇങ്ങനെ പഴയ നിയമത്തിൽ ഓരോരുത്തരുടെയും ചരിത്രം നമ്മൾ നോക്കിയാൽ ഓരോരോ നിലകളിൽ ദൈവത്തിന്റെ ദൂതന്മാർ അവരോട് ഇടപെട്ടു. ഗിദെയോന്റെ അടുത്ത് വന്നപ്പോൾ ഗിദെയോൻ ഭയപ്പെട്ടു പോയി. പക്ഷേ ഗിദെയോൻ പറഞ്ഞ പരീക്ഷണങ്ങളിലെല്ലാം ദൈവത്തിന്റെ ദൂതൻ പ്രവർത്തിച്ചു. അവൻ കൊണ്ടുവന്ന യാഗവസ്തുവിനെ ഒക്കെ സ്വീകരിച്ചു. മനോഹയുടെ അടുത്ത് വന്നപ്പോൾ യാഗം അർപ്പിക്കാൻ അവർ കൊണ്ടുവന്ന് അതുവരെയും അവിടെ വെയിറ്റ് ചെയ്തു. ആ യാഗം സ്വീകരിച്ചു. ആ പുകയോടുകൂടെ ദൂതൻ കയറിപ്പോയപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ ദൂതനാണ്. ദൈവത്തിന്റെ ദൂതനെ കണ്ടതുകൊണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് മനോഹ ഭയപ്പെട്ടു. നോക്കുക, ഇങ്ങനെ ദൂതൻ നമ്മളെ ഇടപെടുമ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഇന്റലിജൻസ് നമുക്ക് കിട്ടണം.
ആ സ്പിരിച്വൽ ഇന്റലിജൻസിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കണം. അങ്ങനെ ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവേ, ഞാൻ നിന്റെ ദാസനാണെന്നും നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഈ നിൽക്കുന്ന ജനം അറിയട്ടെ എന്ന് പറഞ്ഞ നിമിഷത്തിൽ തന്നെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി. അങ്ങനെയാണ് ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ബലമില്ലാത്തവനായി താഴെ വീണ് വിറയ്ക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിനെ എഴുന്നേൽപ്പിച്ചു, അവനെ തൊട്ട് ബലപ്പെടുത്തി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ദൈവത്തിന്റെ ദൂതൻ തൊട്ട് നമ്മളെ ബലപ്പെടുത്തും. ദൈവത്തിന്റെ ദൂതനെ ഏത് രീതിയിലാണ് നമ്മൾ ഇടപെടുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. കുറെ കഴിഞ്ഞായിരിക്കും നമ്മൾ അറിയുന്നത് ഇത് ദൈവത്തിന്റെ ദൂതന്റെ ഇടപെടലായിരുന്നു, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതാണെന്ന് പിന്നീടായിരിക്കും മനസ്സിലാകുന്നത്. ബിലിയാം ബാലാക്കിന്റെ അവിടെ പോകാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. കഴുതപ്പുറത്ത് യാത്ര ചെയ്യാണ്, കോറ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത് പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വഴിയിൽ അവന് തടസ്സമായി നിൽക്കുകയാണ്, പ്രതികൂലമായിട്ട് നിൽക്കുക. അവിടെ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനമെടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രതികൂലമായി നിന്നു എന്ന് വരാം. കാരണം നമ്മെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും, നമ്മുടെ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവത്തിന്റെ ദൂതൻ നമ്മെ തിരുത്തിയെന്ന് വരാം, നമ്മെ നേർവഴിക്ക് നടത്തിയെന്ന് വരാം. ചിലപ്പോൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി തീരുമാനിച്ചു പോകുമ്പോൾ രാവിലെ പോകാനായിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും വണ്ടി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നു. അപ്പം മനസ്സിലാക്കണം, ഞാൻ ഈ പോകുന്ന വഴി ദൈവത്തിന് ഇഷ്ടമില്ല. ബിലിയാം അവിടെ പറയുന്നുണ്ട്, ഞാൻ പോകുന്ന ഈ വഴി ഇത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തിരിച്ചു പൊക്കോളാം. അതും ബിലിയാം ചിന്തിക്കുന്നുണ്ട്. അതങ്ങനെ ചിന്തിച്ച് തിരിച്ചു പോയിരുന്നെങ്കിൽ ബിലിയാം ഭക്തനെ പോലെ മരിച്ചേനെ. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞ ബിലിയാം അവസാനം ഇസ്രായേൽ മക്കൾ അവനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. പലപ്പോഴും ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് പ്രതികൂലമായിട്ട് വരുമ്പോൾ കാര്യം എന്താണെന്ന് അറിയാൻ ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കണം. അപ്പോഴാണ് സ്പിരിച്വൽ ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ തടസ്സം വന്നാൽ ഉടനെ ദൈവസന്നിധിയിൽ പോയിരിക്കണം, കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം, ആലോചന തരണം. മനസ്സിലായില്ലെങ്കിൽ ഉടനെ ദൈവത്തോട് സംസാരിക്കണം. അപ്പോൾ സ്പിരിച്വൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യും. ദൈവം നിനക്ക് ആലോചന തരും. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഞാൻ പറയും, ദൈവം അതിനെ അനുവദിക്കുന്നില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കും. നാം ദൈവവചനം എടുത്തപ്പോൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് ഇടപെടും, സംസാരിക്കും. ചിലപ്പോൾ മറ്റൊരാളിൽ കൂടെ ദൈവത്തിന്റെ ദൂതൻ നമ്മോട് ഇടപെടും. ബിലിയാമിനോട് കഴുതെ കൊണ്ടാണ് സംസാരിപ്പിച്ചത്. ചിലപ്പോൾ ഒരു മൃഗത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ മറ്റൊരു വാഹനത്തിലൂടെ ആയിരിക്കും, വേറൊരു ആളിന്റെ ഇടപെടലിലൂടെ ആയിരിക്കും. ഏതെങ്കിലും നിലയിൽ ദൈവം നമുക്ക് അതിനുള്ള ആലോചന നൽകിത്തരും. അത് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഇരുന്ന് ആലോചന പ്രാപിച്ച് പ്രവർത്തിക്കാൻ നമുക്കിടയാകണം. പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥിച്ചിറങ്ങാൻ നേരം ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ആലോചന തരും, ഇന്ന് പോകുന്ന കാര്യം സാധിക്കത്തില്ല. ഞാൻ ഒട്ടും മടിക്കാതെ പോകുന്നില്ല എന്ന് വെച്ച് തിരിച്ച് വീട്ടിലിരിക്കും. അങ്ങനെ പല സന്ദർഭങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദൈവം തരുന്ന ദൂതന്മാർ നമുക്ക് ഹിൻഡ്രൻസ് വരുമ്പോൾ, പ്രതികൂലമായിട്ട് വരുമ്പോൾ മടി കൂടാതെ അതിനെ അനുസരിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് ആലോചന പ്രാപിപ്പാൻ എനിക്കിടയായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന
ആലോചനയ്ക്ക് അനുസൃതമായി ദൈവത്തിങ്കിൽ നിന്നും ആലോചന പ്രാപിച്ച് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളിങ്ങനെ ദൂതന്മാരോടൊത്ത് ജീവിക്കുന്ന ആ കാലത്ത് ദൈവത്തോടും യേശുക്രിസ്തുവിനോട് ദൂതന്മാരോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ദൂതന്മാരുടെ ഭാഷ നമുക്ക് നന്നായി മനസ്സിലാവും. അവർ പറയുന്നതെല്ലാം പെട്ടെന്ന് നമ്മൾ പിടിച്ചെടുക്കും. നമ്മൾ പറയുന്നത് മുഴുവൻ ലോകത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാവും. 1-ാം നൂറ്റാണ്ടില് മർക്കോസിന്റെ മാളികയിൽ കൂടിയിരുന്ന 120 പേര് ഉള്ള സംഘം പെട്ടെന്ന് ആകാശത്തുനിന്ന് വലിയ മുഴക്കമുണ്ടായി, കൊടിയ കാറ്റടിക്കുന്നത് പോലെ. അഗ്നി നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവര് അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിച്ചു. പക്ഷെ ദൈവത്തോട് അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ കൂടി വന്ന ആൾക്കാർക്ക് അത് മനസ്സിലായി. അവര് പറയാണ്, നാം ജനിച്ചു വളർന്ന നമ്മുടെ ഭാഷയിൽ ഇവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ നമ്മോട് അറിയിക്കുന്നു. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ അവരോട് അറിയിച്ചത് അവരുടെ ഭാഷയിലാണ് അവർക്ക് മനസ്സിലായത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏത് ജാതിക്കാരനും ഏത് ഭാഷക്കാരനും അന്ന് മനസ്സിലാകും. അതിന്റെ ഒരു തെളിവാണത്. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ദൂതാണ്. അന്യഭാഷ 2 രീതിയിലുണ്ട്. അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാം. അത് മനുഷ്യരോടല്ല, ദൈവത്തോടത്ര സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ല. എന്നാൽ അന്യഭാഷയിൽ ദൈവത്തിന്റെ ദൂത് ജനത്തോടറിയിക്കാം. അതാണ് അന്ന് അവിടെ നടന്നത്. അതുകൊണ്ട് എല്ലാവരും തിരിച്ചറിഞ്ഞു. അതുപോലെ അന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നമ്മൾ പറയുന്ന ഭാഷ ഭംഗിയായിട്ട് മനസ്സിലാക്കും. അന്ന് ദൂതന്മാരോട് ഒത്ത സഹവാസമുള്ളത് കൊണ്ട് ദൂതന്മാരുടെ ഭാഷ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. ഇന്ന് ദൂതന്മാർ പറയുന്ന ഹല്ലേലൂയായും അതുപോലുള്ള ചില വാക്കുകൾ മാത്രമേ നമുക്ക് നന്നായിട്ട് അറിയത്തുള്ളൂ. ഹല്ലേലൂയ എന്നുള്ള വാക്ക് ദൂതന്മാർ പാടിയ പാട്ടാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് ഹല്ലേലൂയ. അപ്പോൾ ആ ലോകത്തിലെ എല്ലാ ഭാഷയിലും ഹല്ലേലൂയ എന്നാണ് ആ വാക്ക് കൊടുത്തിരിക്കുന്നത്, എല്ലാ ബൈബിളിലും. അപ്പോൾ അതൊക്കെ ദൂതന്മാരുടെ ഭാഷയാണ്. എന്നാൽ ദൂതന്മാരുടെ ഭാഷ മുഴുവനായിട്ട് പഠിക്കാൻ അന്ന് നമുക്ക് കഴിയും. അങ്ങനെ ദൈവത്തോടും ദൈവത്തിന്റെ ദൂതന്മാരോടും ഒത്തു നാം വസിക്കുന്ന ആ സമയത്ത് 1000 ആണ്ട് വരെ ഭൂമിയിൽ വലിയ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ 1000 ആണ്ട് കഴിയുമ്പോൾ ഈ ദൂതന്മാരുടെ ജോലിയാണ് വീണ്ടും സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അനന്തരം ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന്, വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം. റെവലേഷൻ ചാപ്റ്റർ 20. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോൽ ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അടുത്ത വാചകം. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. നോക്കുക, 1000 ആണ്ടേക്ക് സാത്താനെ അഗാധത്തിൽ പൂട്ടിയിട്ടു. എന്നാൽ 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കേണ്ടത്, അന്ന് ഭൂമിയിലുള്ള മനുഷ്യരെ വഞ്ചിക്കാതിരിക്കാൻ സാത്താനെ ബന്ധിച്ചു. എന്നാൽ 1000 ആണ്ട് കഴിഞ്ഞപ്പോൾ അല്പകാലത്തേക്ക് അവനെ അഴിച്ചുവിടേണ്ടതാകും. അത് കഴിഞ്ഞ് ദൂതന്മാർ സാത്താനെ അഴിച്ചുവിടുമ്പോൾ സാത്താൻ ലോകത്തിൽ ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിച്ച് അന്ന് ആളുകളെ എല്ലാം ഒന്നിച്ചു കൂട്ടി ദൈവത്തിനും ദൈവമക്കൾക്കും
എതിരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു വലിയ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന സൈന്യം അതാണ് ഗോഗ് മാഗോഗ് യുദ്ധം. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിനെ യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് യേശുവിനും വിശുദ്ധന്മാർക്കും ദൈവദൂതന്മാർക്കും എതിരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ അന്ന് ഈ ന്യൂക്ലിയർ വെപ്പൺ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നത് കൊണ്ട്, നിലതെറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് ഭയങ്കര റേഡിയേഷൻ ഉണ്ടാകും, കണ്ണഴുകിപ്പോകും. സെക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 10 തൊട്ടുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ അഴുകിപ്പോകും, നാവ് ഉരുകിപ്പോകും. അങ്ങനെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ ഉരുകിപ്പോകത്തക്ക നിലയിലുള്ള ഒരവസ്ഥ മനുഷ്യർക്ക് സംജാതമാകും. അങ്ങനെ അടുത്തത് പിന്നെ നടക്കാൻ പോകുന്നത് വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയാണ്. ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടുള്ള സകല മനുഷ്യരെയും വെള്ള സിംഹാസനത്തിന് മുമ്പിൽ കൂട്ടിവരുത്തും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15 തൊട്ടുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തന്നെ ഇരിക്കുന്നതും കണ്ടു. ആകാശവും ഭൂമിയും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പിന്നീട് നടക്കുന്നത് അന്ത്യന്യായവിധിയാണ്. അവിടെയും ദൂതന്മാരാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് ലോകത്തെ വിധിക്കുന്നത്. ഫോളൻ ഏഞ്ചൽസിനെ, വീണുപോയ ദൂതന്മാരെയും വിധിക്കുവാൻ ദൈവമക്കൾ അധികാരപ്പെട്ടവരാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കേണ്ട, എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ലോകത്തെ വിധിക്കും, നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12-നെയും ുള്ളവരായിരിക്കണം. അതിനു മുമ്പ് കൂടുതൽ ദൈവകൃപ പ്രാപിച്ച് സ്പിരിച്വൽ ഇന്റലിജൻസ് ഉള്ളവരായി ദൈവകൃപയിൽ വാഴുന്ന ഒരു സമൂഹമായി നമ്മൾ തീരണം. ഈ ദിവസങ്ങളിൽ ഒന്നിൽ നമ്മുടെ കർത്താവിന്റെ വരവ് നടക്കും. ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം ഈ വലിയ ഭൂകമ്പമായിരിക്കും. ആകാശത്തിലും അടയാളങ്ങൾ ഉണ്ടാകും. ആകാശത്തിൽ വലിയ പ്രകാശത്തോടെ ദൈവപുത്രൻ വെളിപ്പെടും. നാം ഇവിടുന്ന് മാറ്റപ്പെടും. ആ നല്ല നാളേക്കായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്ന് ഇസ്രയേലിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ, ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ച് കാലം ഇനി അധികമില്ല. നാം വളരെ അടുത്തുപോയി, കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. എപ്പോഴും ദൈവത്തോട് അടുത്തിരിപ്പാൻ, ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു സംരക്ഷണയിൽ ദൂതന്മാരോട് അടുത്തിരിപ്പാൻ, അവരോട് സഹകരിപ്പാൻ, അവരോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കുര്യാക്കോസ് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. ആമേൻ.